എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നതിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് എന്റെ പഞ്ചായത്തിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. തൃശൂർ ജില്ലയിലെ തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുനിൽകുമാറാണ് നമ്മളോടൊപ്പമുള്ളത്. സ്വാഗതം ശ്രീ സുനിൽകുമാർ. പഞ്ചായത്തിന്റെ ഇതുവരെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണെന്ന് വിലയിരുത്താനാവുക? നമസ്കാരം. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്താണ്. പ്രധാനമായും നെൽകൃഷിയാണ് പ്രധാനമായും ഒന്നുള്ളത്. മറ്റൊന്ന് മലയോര മേഖലയിൽ നാണ്യ വിളകളുമാണ്. നെല്ലുൽപാദനത്തിന്റെ കാര്യത്തിൽ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നെല്ലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു, ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ തരിശു കിടക്കുന്ന നെൽപ്പാടങ്ങൾ കൃഷിയോഗ്യമാക്കി തീർക്കുന്നതിന് വലിയ രീതിയിലുള്ള ശ്രമം നടത്തി അതിന്റെ വലിയ റിസൾട്ട് നമുക്ക് നേടാൻ കഴിഞ്ഞു. അങ്ങനെ നെല്ലുൽപാദന മേഖലയിൽ വലിയ വർധനമാണ് തെക്കുംകര പഞ്ചായത്തിൽ ഉണ്ടായത്. അതുപോലെ ഒരു മലയോര മേഖല, 50% പ്രദേശം മലയോര മേഖലയാണ്. അവിടെ പ്രധാനമായും കർഷകരുടെ വരുമാനം എന്ന് പറയുന്നത് നാണ്യവിളകളിൽ നിന്നാണ്. പക്ഷെ മനുഷ്യ വന്യജീവി സംഘർഷം തീർച്ചയായും ഈ കർഷകർ കൂടുതലുള്ള ഒരു മേഖല കൂടി തന്നെയാണ് ഇത്. 50%-ഓളം ഈ മലയോര മേഖലയാണ് ഈ ഒരു പ്രദേശത്തുള്ളത്. സ്വാഭാവികമായും ഇവിടുത്തെ കർഷകർ ആശ്രയിക്കുന്നതും കൂടുതലായും കൃഷിയെ തന്നെയായിരിക്കും. ഇത്തരത്തിൽ ഈ മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങളെല്ലാം തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? വന്യജീവി ആക്രമണം നേരിട്ട ഘട്ടത്തിൽ അതിനെ പരമാവധി കുറച്ചു കൊണ്ടുവരാൻ വലിയ പരിശ്രമമാണ് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ നടത്തി വരുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നാണ്യവിളകൾ, നാളികേരം, അതുപോലെ തന്നെയുള്ള നാണ്യവിളകൾ ഏറെയുള്ള ഈ പ്രദേശത്ത് വന്യജീവികളുടെ ആക്രമണം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപ്പൊ പ്രത്യേകിച്ച് ആനയുടെ വരവ് കൂടി അതിശക്തമായി അടുത്ത കാലത്ത് വരികയുണ്ടായി. അങ്ങനെ കൃഷി ഏറെ നശിക്കപ്പെടുന്ന സ്ഥിതി വന്നപ്പോ സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായി അവിടെ സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച് ആനയുടെ വന്യജീവികളുടെ വരവ് ഒരു പരിധി വരെ കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത കാലത്ത് വന്ന പന്നിയെ വെടിവെക്കാനുള്ള അനുമതി, ആ അനുമതിയുടെ ഭാഗമായി ഇപ്പോ ഷൂട്ടർമാരെ വെച്ച് ഗ്രാമപഞ്ചായത്ത് അതിവേഗത്തിൽ പന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ബദൽ പദ്ധതി എന്ന രീതിയിൽ നാണ്യവിളകളുള്ള പ്രദേശങ്ങളിൽ വന്യജീവികൾ നശിപ്പിക്കാത്ത രീതിയിലുള്ള കൃഷി രീതി, ഔഷധ സസ്യങ്ങൾ, അതുപോലെ കുറുന്തോട്ടി, കച്ചോലം, ഇത്തരം കൃഷികൾ ഈ വന്യജീവികൾ ആക്രമിക്കപ്പെടുന്ന സ്ഥിതിയില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം കൃഷി രീതി കൂടി ഇതിന്റെ ഭാഗമായി കൊണ്ടുവരികയും അവർക്ക് അവരുടെ ഉൽപാദനം മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സൊസൈറ്റിയുമായി ധാരണയിലെത്തി മറ്റത്തൂർ കോൺട്രാക്ട് ലേബർ സൊസൈറ്റിയുമായി എഗ്രിമെന്റ് വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് നടപ്പാക്കുന്നുണ്ടായി. വ്യാപകമായും നെല്ലടക്കം കൃഷി ചെയ്യുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ ഇത്, അല്ലേ? അതെ, നെല്ല് നല്ല രീതിയിൽ ഉൽപാദനം വർദ്ധിച്ചൊരു കാലഘട്ടം കൂടിയാണ്. കഴിഞ്ഞ 3-4 വർഷം എടുത്ത പ്രത്യേകിച്ച് നെല്ലിന്റെ ഉൽപാദനം വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നെൽകർഷകരുടെ വരുമാനത്തിൽ ചെറിയ വർധനവ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് കുടിവെള്ളം. ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. ഏകദേശം മലയോര മേഖല ഉൾപ്പെടുന്ന പ്രദേശങ്ങൾക്ക് അതിശക്തമായ കുടിവെള്ള ക്ഷാമം നിലവിലുണ്ടായിരുന്നു. ഈ ഭരണസമിതി വന്നതിന് ശേഷം അതിന് മുന്നുള്ള ഭരണസമിതിയും തുടർച്ചയായി വാഴാനി ശുദ്ധജല വിതരണ പദ്ധതി എന്ന് പറയുന്ന ഒരു കുടിവെള്ള പദ്ധതി വാട്ടർ അതോറിറ്റി കീഴിലുണ്ടായിരുന്നു. ആ പദ്ധതിയെ പ്രയോജനപ്പെടുത്തി പരമാവധി 14 വാർഡിൽ ആ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി മുഴുവൻ വീടുകളിലേക്കും കുടിവെള്ളം ഹൗസ് കണക്ഷൻ കൊടുക്കാനുള്ള പദ്ധതികളും, അതുപോലെ തന്നെ സംസ്ഥാനത്തിന് മാതൃകയായ രീതിയിൽ 4 വാർഡുകൾ ഉൾപ്പെടുന്ന മലയോര മേഖല, ആ മലയോര മേഖലയിൽ അതിശക്തമായ കുടിവെള്ള ക്ഷാമം നിലനിന്നിരുന്നു. അവിടെ കരിങ്കൽ കോറിയിൽ കാലങ്ങളായി കെട്ടിക്കിടന്നിരുന്ന വെള്ളത്തെ പ്രയോജനപ്പെടുത്തി ആ വെള്ളം ശുദ്ധീകരിച്ച് സംസ്കരിച്ച് വീടുകളിലേക്ക് ഏകദേശം 1600ഓളം വീടുകളിലേക്ക് കൊടുക്കാൻ കഴിയാവുന്ന ഒരു മാതൃകാ പദ്ധതി രൂപപ്പെടുത്തുകയും അതിന്റെ ഭാഗമായി ആ പദ്ധതിയെ പ്രയോജനപ്പെടുത്തി 1200ഓളം വീടുകളിലേക്ക് പുതിയ കണക്ഷൻ കൊടുക്കാൻ ഇതിന്റെ ഭാഗമായി കഴിഞ്ഞു. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്
2025 പൂർത്തീകരിക്കുന്നതോടുകൂടി ഈ 2 വൻകിട പദ്ധതികളും 2 ചെറുകിട പദ്ധതികളും നിലവിലുണ്ട്. ഈ 4 പദ്ധതികൾ വഴി തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലേക്കും കുടിവെള്ളം കൊടുക്കാൻ കഴിയാവുന്ന, സമ്പൂർണ്ണ കുടിവെള്ളം കൊടുക്കാൻ കഴിയാവുന്ന ഒരു പദ്ധതിയാണ് ലക്ഷ്യം വെച്ച് അതിന്റെ 70% പ്രവർത്തനം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടമാണ്. തീർച്ചയായിട്ടും കുടിവെള്ളക്ഷാമം അടക്കം പരിഹരിച്ചു വരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് 3 ഡാമുകൾ കൂടി ഉള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. വാഴാനി അടക്കം, പത്താഴക്കുണ്ട്, പേരാപ്പാറ അടക്കം തുടങ്ങി 3 ഡാമുകളുള്ള ഒരു പഞ്ചായത്താണ്. ടൂറിസത്തിനും അനന്തമായിട്ടുള്ള ഒരു സാധ്യതയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് ഈ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ഈ ഡാമുകൾ അടക്കം സംരക്ഷിച്ചു പോകുന്ന നടപടികളെല്ലാം തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? ടൂറിസവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു വളർച്ചയാണ് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നിലവിലുണ്ടായിരുന്ന വാഴാനി മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഡാമാണ് ആ വാഴാനി ഡാം. അതുപോലെ തന്നെ പേരേപ്പാറ ഡാം, അതുപോലെ തന്നെ പത്താഴക്കുണ്ട് ഡാം. ഇങ്ങനെ 3 ഡാമുകൾ പ്രധാനമായി ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വർഷങ്ങളായി ആരും ശ്രദ്ധിക്കാതെ നിന്നിരുന്ന ചെപ്പാറ എന്ന് പറയുന്ന 100ൽ കുറെ ഏക്കർ സ്ഥലം, വിശാലമായ വിരിഞ്ഞ പാറയുള്ള ആ പ്രദേശം അടുത്ത കാലത്തായി ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ അതുപോലെ തന്നെ മട്ടായി കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടും അതിനോട് ചേർന്നും ഒരു വെള്ളച്ചാട്ടം, അങ്ങനെ 5-6 പോയിന്റ് ഈ പഞ്ചായത്തിനകത്ത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അതിനെ യോജിപ്പിച്ച് വടക്കാഞ്ചേരി MLA സഹായത്താൽ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ തന്നെ ഒരു ടൂറിസം കോറിഡോർ എന്ന പദ്ധതിക്ക് ഇപ്പോ രൂപം കൊടുത്തിരിക്കുകയാണ്. ഇതിന് കൂടുതൽ സജീവത ഉണ്ടാകുന്നതിന് വേണ്ടി വാഴാനിയിൽ കേരളത്തിൽ തന്നെ അപൂർവമായി നിലവിലുള്ള ടൂറിസം കേന്ദ്രങ്ങളിലെ മ്യൂസിക് ഫൗണ്ടൻ ഏകദേശം 6 കോടി രൂപ ചെലവഴിച്ച് സംഗീത ജലധാര എന്ന പദ്ധതി ഇപ്പൊ അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഡിസംബറോടുകൂടി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമ്പോൾ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഈ തെക്കുംകരയിലേക്ക് ഒഴുകിയെത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് ചെപ്പാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ. അങ്ങനെ ആ ചെപ്പാറയെ കേന്ദ്രീകരിച്ച് ഒരു ടേക്ക് എ ബ്രേക്ക് 1 കോടി രൂപ ചെലവഴിച്ച് അവിടെ വരുന്ന ആളുകൾക്ക് ശുചിമുറിയും അത്യാവശ്യം താമസിക്കാനും ഭക്ഷണം കഴിക്കാനും കഴിയാവുന്ന രീതിയിലേക്കുള്ള ഭക്ഷണശാല ഉൾപ്പെടെ തയ്യാറാക്കി ഒരു ടൂറിസ്റ്റ് ഒരു ദിവസം പഞ്ചായത്തിനകത്തേക്ക് കടന്നു വന്നാൽ അന്ന് വൈകുന്നേരം വരെ പിറ്റേ ദിവസം പോകുന്നത് വരെയുള്ള അത്യാവശ്യം സൗകര്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതി തെക്കുംകര ഗ്രാമപഞ്ചായത്തിനകത്ത് ഇപ്പോ അതിന്റെ പ്രവർത്തന ഘട്ടത്തിലാണ്. 50% പ്രവർത്തനം പൂർത്തീകരിച്ചു. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. തീർച്ചയായും ആ പദ്ധതി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഒരു ആശ്വാസമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലും വളരെയധികം തന്നെ പ്രാമുഖ്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഈ ക്യാൻസർ രോഗികൾക്കടക്കം ധനസഹായം നൽകുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നറിയാൻ സാധിക്കുന്നു. മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വിഭിന്നമായി ഇത്തരത്തിലൊരു പദ്ധതിയിലേക്ക് എത്തുകയും ചെയ്തു. എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവർത്തനം നിലനിൽക്കുന്നത്? ആരോഗ്യ മേഖലയിൽ ഒരു പ്രാഥമിക ഹെൽത്ത് സെന്റർ ഉണ്ടായിരുന്നത് കുടുംബാരോഗ്യ കേന്ദ്രമായി മാറിയോടുകൂടി 2 ഡോക്ടർ എന്നുള്ളത് 3 ഡോക്ടർമാരായി. 8 മണിക്കൂർ OP എന്നത് 12 മണിക്കൂർ OP ആയി. പരമാവധി അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കാൻ കഴിയാവുന്ന രീതിയിൽ ഒരു ഡോക്ടറെ അഡീഷണൽ ആയി ഗ്രാമപഞ്ചായത്ത് വയ്ക്കുകയും അതിനോടൊപ്പം തന്നെ ലാബിന്റെ സൗകര്യം വർദ്ധിപ്പിച്ചു. ആവശ്യാനുസരണം മരുന്ന് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇതിന്റെ ഭാഗമായി 5 സബ് സെന്ററുകളുണ്ട്, 7 സബ് സെന്ററുകൾ. ആ 7 സബ് സെന്ററുകളും ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ മരുന്നും പരിശോധനയും ലഭിക്കുന്ന രീതിയിലേക്ക് അതിന്റെ പ്രവർത്തനം സജീവമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹെൽത്ത് ഗ്രേഡ് പുസ്തകം എന്ന ഒരു കൈപ്പുസ്തകം മുഴുവൻ വീടുകളിലേക്കും അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം അതിൽ രേഖപ്പെടുത്തുന്ന എല്ലാ അസുഖത്തിന്റെയും ഡീറ്റെയിൽ ആയ ഒരു കൈപ്പുസ്തകം എല്ലാ വീടുകളിലേക്ക് കൊടുക്കാൻ ഉള്ള പദ്ധതി പ്രവർത്തന ഘട്ടത്തിലാണ് ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്ര ഷൂരിന്റെ ഭാഗമായി ജില്ലയിൽ 5 പഞ്ചായത്തുകളെയാണ് കേന്ദ്ര ഷൂരിന്റെ ഭാഗമായി തെരഞ്ഞെടുത്തത്. അതിലെ ഒരു പഞ്ചായത്തായി തെക്കുംകരയെ തെരഞ്ഞെടുക്കപ്പെടുന്ന വലിയ അംഗീകാരമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗം നമുക്കറിയാം, ഏറ്റവും പ്രയാസപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകളാണ്. അവിടെ ആ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗികൾക്ക് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ സംസ്ഥാന സമ്മേളനം നടന്ന ഘട്ടത്തിൽ അത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിച്ച ഒരു പഞ്ചായത്ത് എന്ന ഒരു അവാർഡ് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിലുള്ള ഇപ്പോ നമ്മുടെ പുതിയ രോഗവുമായി ബന്ധപ്പെട്ട് ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടുള്ള രോഗികൾക്ക് ഒരു ആശ്വാസം എന്ന രീതിയിലുള്ള ചികിത്സാ സഹായങ്ങൾ ഇപ്പോൾ നൽകി വരുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ നടന്നു വരുന്നത്.
നിലവിൽ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇനി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഭാവി പ്രവർത്തനം ഒന്ന് ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശാലമായ ഒരു വലിയ പഞ്ചായത്തിനകത്ത് വലിയ രീതിയിലുള്ള വെല്ലുവിളി മാലിന്യ രംഗത്ത് നേരിട്ട ഒരു പഞ്ചായത്ത് കൂടിയാണ്. നിരവധി മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടായിരുന്ന ഇതിനെല്ലാം കഴിഞ്ഞ വർഷങ്ങളായി തുടർച്ചയായി ശുചിത്വ സുന്ദര കേരളത്തിന്റെ ഭാഗമായി മറ്റേ ഹരിതകർമ്മസേനയെ പ്രയോജനപ്പെടുത്തി എല്ലാ വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുകയും പൊതു ഇടങ്ങളിൽ വലിച്ചെറിയുന്ന മാലിന്യം എന്നുള്ളതിനെ വളരെ ബോധപൂർവമായ പ്രവർത്തനത്തിൽ കൂടെ ആളുകളുടെ മനസ്സിലേക്ക് ഇതിനെ ആശയം കൊണ്ടുവരികയും വലിച്ചെറിയൽ ഒഴിവാക്കുന്നതിനും ഇതിന്റെ ഭാഗമായി പരമാവധി ശുചിത്വമുള്ള ഒരു നാടായി തെക്കുംകരയെ മാറ്റാൻ കഴിഞ്ഞു. ഈ 3ഓളം ഡാമുകളുള്ള വാഴാനി, പത്താഴക്കുണ്ട്, പേരാപ്പാറ തുടങ്ങിയ 3 ഡാമുകൾ അടക്കമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. ടൂറിസത്തിന് അനന്തമായിട്ടുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നിരവധി പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. കുടിവെള്ളക്ഷാമം പരിഹരിച്ച് മുന്നോട്ട് പോകാനും ഈ ഒരു പഞ്ചായത്തിന് സാധിക്കുന്നുണ്ട്. ഈ ശുചിത്വത്തിന്റെ കാര്യത്തിലാണെങ്കിലും തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. കർഷകർ കൂടുതലായുമുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ ഈ കർഷകർക്കായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പദ്ധതികളും അനുവദിച്ചു കൊടുക്കുകയും ഈ ഒരു കൃഷികളിലെല്ലാം തന്നെ 100% വിജയം കൊയ്തെടുക്കാൻ സാധിക്കുന്നുമുണ്ട്. 50%-ത്തിലേറെ മലയോര മേഖലയാണ് ഈ ഒരു തെക്കുംകര ഗ്രാമപഞ്ചായത്തിലുള്ളത്. എന്നിരുന്നാൽ പോലും ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഈ ക്ഷേമ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യാൻ ഈ ഒരു പഞ്ചായത്തിനാകുന്നുണ്ടല്ലേ? എല്ലാ മേഖലയിലും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ രൂപം കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ കുടിയേറ്റ കർഷകരായ ആളുകൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ അവർക്ക് സഞ്ചരിക്കാനുള്ള റോഡ്, അവിടേക്കുള്ള കുടിവെള്ളം എത്തിക്കാനുള്ള ഫോറസ്റ്റിന്റെ സ്ഥലം, ആ ഫോറസ്റ്റിൽ കൂടി പോകുന്ന റോഡിനും അതിൽ കൂടിയുള്ള റോഡിലൂടെയുള്ള പൈപ്പ് ഇടാനുള്ള അനുമതിയും ലഭിക്കാനുള്ള വലിയ ഒരു പ്രയാസവും പ്രതിസന്ധിയും ഇപ്പോൾ ഞങ്ങൾ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ്. നിരവധി ചെറുകിട സംരംഭങ്ങൾ ഇവിടെ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഏകദേശം 150ഓളം ചെറുകിട സംരംഭങ്ങൾ ഉയർന്നു വന്നു. ചെറുകിട സംരംഭ മേള ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു. അതിന്റെ ഭാഗമായി 100-200 വീടുകളിൽ സ്വന്തം ചെറിയ വരുമാനമുള്ള ഒരു രീതിയിലേക്ക്, ഒരു പുതിയ മാതൃക എന്ന രീതിയിലേക്ക് സംരംഭക മേഖലയിൽ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്തു വരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഈ ക്യാൻസർ പേഷ്യന്റിനടക്കം തന്നെ ധനസഹായം അടക്കം നൽകി വരുന്ന പുതിയ മറ്റു പഞ്ചായത്തുകളിൽ അടക്കം മാതൃകയാക്കാവുന്ന പ്രവർത്തനങ്ങളാണ് ഈ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് നടത്തി വരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാറാണ് നമ്മളോടൊപ്പം ഈ ഒരു പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കേരള വിഷൻ ന്യൂസിന്റെ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി സുനിൽകുമാർ.